അപ്പൊ നമ്മളെ പറഞ്ഞ പോലെ നമ്മുടെ റണ്ണിങ് പ്രൊഫൈല് ഓരോ സ്റ്റെപ്പും ഇവിടെ ആദ്യം ചെയ്തതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെയിൻ ആയിട്ട് ഇവിടെ ടൈൽ ഉണ്ടല്ലോ, ആകെ ഒരു ചാട്ടുള്ളൂ. ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ സ്ഥലമില്ല, ഒരു ഓപ്പൺ പ്രൊഫൈല് കറക്റ്റ് മുട്ടിച്ചു വയ്ക്കാം. അപ്പൊ നമ്മള് ഒരു വട്ടം വന്ന് നോക്കിയിരുന്നു, സെറ്റാക്കി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. നമ്മള് എല്ലാത്തിലും 3 പേരെ ഇപ്പൊ ഓരോ പേരൊക്കെ നമ്മൾ വലിച്ച് കളഞ്ഞ് ക്ലിയർ ആക്കി ഇട്ടു. അപ്പൊ ഇവിടെ മുന്നേ ചെയ്തവർക്ക് പറ്റിയൊരു മണ്ടത്തരം എന്നല്ല, അതിനെ തെണ്ടിത്തരം എന്നാ പറയാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളൊരു കാര്യം അറിയില്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലിയ തമ്പ്രാനായതുകൊണ്ടല്ല ഇത് പറയണത്, ഒരു കാര്യം അറിയില്ല എന്ന് ചോദിച്ച് ഇല്ലെങ്കിൽ ഇതേപോലെ എല്ലാം വർക്കും കഴിഞ്ഞ് ഫിനിഷിങ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റണ ഭയങ്കര മോശമല്ല. അറിയാത്ത കാര്യം അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ചെയ്യാം, അത് നാണക്കേട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അറിയാത്ത കാര്യം അറിയുന്നവരോട് ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അറിവ് കൂടുള്ളൂ. ഇവിടെ ചെയ്തോണ പണി ഞാൻ പറഞ്ഞുതരാം കേട്ടാ. എല്ലാ സ്റ്റെപ്പിലും 2 വയറ് വരുന്നതിന് അടിയിൽ ഇത് അവിടെ നോക്കിയ അടിയിലൊരു ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട്, ആ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ഇവര് നമ്മുടെ ഇതിലേക്കാണ്, മെയിൻ സ്വിച്ച് ബോർഡിലേക്കാണ് വയറ് വലിച്ചിട്ടുള്ളത്. ആ വയറ് വലിച്ചിട്ടുള്ളതില് നേരെ ഇതിലേക്ക് വന്നു. ഇതിൽ നിന്ന് ആകെ ഒരു പൈപ്പ് ഇട്ടിട്ട് നേരെ അടിയിലേക്ക്. ഇതേപോലെ തന്നെ അവിടെ ഒരു ബോക്സ് വെച്ച് അതിൽ നിന്ന് അങ്ങനെ നേരെ മെയിൻ സ്വിച്ച് ബോർഡിലേക്ക് അങ്ങനെയാണ് പൈപ്പ് ഇട്ടിട്ട്. അപ്പൊ നമ്മളിവിടെ വന്ന് കഴിഞ്ഞപ്പോ ഉണ്ടല്ല, ഒരു രക്ഷയില്ല. അതായത് ഈ വലിച്ച വേറെ ഇവിടെ നമുക്ക് വലിക്കാൻ പറ്റില്ല. നമുക്ക് ഇനി ഔട്ട് സൈഡ് വേറെ കട്ട് ചെയ്ത് പുറത്തോടെ ആക്കാണ്ട് വേറെ നിവൃത്തിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം നോക്കുമ്പോൾ എല്ലാ സ്റ്റെപ്പിലും വയറും കാര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റെടുത്തു, പണിയെടുത്തു. എന്തായാലും നമ്മൾ ഈ സാധനം സെറ്റാക്കി കത്തിച്ചിട്ട് നമ്മളിവിടുന്ന് പോവുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കാണാം. ചിലർക്ക് തോന്നും മറ്റുള്ളവരെ പണി നീ കുറ്റം പറയലെന്ന്. കുറ്റം പറയല്ല, കണ്ടത് നമ്മൾ പറയണം. എന്നാലാ ഈ ചെയ്തോനെ അറിയാത്ത കാര്യം അറിയുന്നോട് ചോദിച്ചിട്ട് ചെയ്യാം. അതാണ് അതിന്റെ ഏറ്റവും വലിയ ശരി. ഓക്കെ.